PYQ ഡിസ്കഷനാണ്. ഒരു പ്രീവിയസ് ഇയർ ചോദ്യവും അതുമായി ബന്ധപ്പെടുത്തി വരുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം ചോദ്യം ഒന്ന് ചെയ്തു നോക്കുക. ലാസ്റ്റ് മാർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പറയുന്ന കാര്യങ്ങളിൽ അറിയാത്ത കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ചെടുക്കാനും കൂടെ ശ്രമിക്കുക. നോക്കി, അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സെൻറ്റൻസ് ഏത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷനിൽ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് സബ്മിറ്റഡ് ദ അസൈൻമെൻറ്റ് ഓപ്ഷനിലുണ്ട്. അതുപോലെ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് സബ്മിറ്റഡ് ദ അസൈൻമെൻറ്റ് ഓപ്ഷനിലുണ്ട്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് സബ്മിറ്റഡ് ദ അസൈൻമെൻറ്റ് ഓപ്ഷനിലുണ്ട്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് സബ്മിറ്റഡ് ദ അസൈൻമെൻറ്റ് ഓപ്ഷനിലുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ, ഏതാ? നമുക്ക് ഓപ്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാ? വൺ ഓഫ്. ഏതൊക്കെയാ വാക്കുകൾ? വൺ ഓഫ്. രണ്ടാമത്തെ വാക്ക് എയ്തർ ഓഫ്. എയ്തർ ഓഫ്. മൂന്നാമത്തെ വാക്ക് നൈദർ ഓഫ്. നൈദർ ഓഫ്. നാലാമത്തത് ഈച്ച് ഓഫ്. അഞ്ചാമത്തത് എവരി വൺ ഓഫ്. എവരി വൺ ഓഫ്. വാക്കുകൾ ഏതൊക്കെയാ? വൺ ഓഫ്, എയ്തർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഇതിലേതെങ്കിലും വാക്കിലാണ് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കും. എന്നാൽ വെർബ് എന്തായിരിക്കണം? സിംഗുലാർ വെർബ് ആയിരിക്കണം. തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും വെർബ് സിംഗുലാർ ആയിരിക്കണം. വാക്കുകൾ ഏതൊക്കെയാ? വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഇവിടെ നോക്കിയേ, ഈ ഒരു റൂളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ആ റൂള് ശരിയാണോ എന്നില്ല, ഓപ്ഷൻസ് നോക്കിയാൽ മാത്രം മതി. നമുക്ക് ഈച്ച് ഓഫ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് എന്നത് പ്ലൂറലാണ്. തുടർന്ന് സിംഗുലാർ വെർബ് വരണം. പക്ഷേ ഇവിടെ ഹാസ് എന്നത് പ്ലൂറലാണ് കിടക്കുന്നത്, അതുകൊണ്ട് അത് തെറ്റ്. നോക്കിയേ, ഈച്ച് ഓഫ് വന്നിട്ടുണ്ട്, സ്റ്റുഡൻസ് എന്നത് പ്ലൂറലും വന്നിട്ടുണ്ട്, ഹാസ് സിംഗുലാർ വന്നു, അത് ശരിയാണ്. അടുത്ത് നോക്കിയേ, ഈച്ച് ഓഫ് വന്നിട്ടുണ്ട്, സ്റ്റുഡൻ്റ് എന്നാണ് കിടക്കുന്നത്, തെറ്റ്. ഇവിടെയും ഈച്ച് ഓഫ് വന്നിട്ടുണ്ട്, സ്റ്റുഡൻ്റ് ആണ് കിടക്കുന്നത്, തെറ്റ്. അപ്പോൾ നമുക്ക് ഏതാ ഉത്തരം? ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാ റൂള്? വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഈ വാക്കുകളിൽ ഒരു സെൻറ്റൻസ് തുടങ്ങിയാൽ തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറലും വെർബ് സിംഗുലാറും ആയിരിക്കണം. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്: ഹി വാസ് ടയേർഡ് ഡാഷ് ഹി കണ്ടിന്യൂഡ് വർക്കിംഗ്. കൺജങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ബിക്കോസ് ഓപ്ഷനിലുണ്ട്, അൺലെസ് ഉണ്ട്, സോയുണ്ട്, ആൾദോയുണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? അപ്പോൾ എന്താണ് ഈ കൺജങ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കുകളെയോ സെൻറ്റൻസുകളെയോ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൺജങ്ഷൻ. ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് വേർഡ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. എന്ത് ചെയ്യും? അവൻ ടയേർഡായിരുന്നു. പക്ഷേ എന്നിട്ടും അവൻ എന്ത് ചെയ്തു? ആ ജോലി കണ്ടിന്യൂ ചെയ്തു. നല്ല ടയേർഡ് ഉണ്ടായിരുന്നു, എന്നിട്ടും കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എന്നിട്ടും, അങ്ങനെ ആയിരുന്നിട്ടും എന്നർത്ഥം വരുന്ന വാക്ക് വേണം വരേണ്ടത്, അല്ലേ? ബിക്കോസ് ആ കാരണത്താൽ എന്നാണ്. അൺലെസ് അങ്ങനെയല്ല എങ്കിൽ സോ അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഏതാ? ആൾദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിട്ടും, എന്നിട്ടും. അപ്പോൾ നമുക്ക് ഏതാ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി, ആൾദോ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ഡി, ആൾദോയാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ മീനിങ് നോക്കി എഴുതുന്ന കൺജങ്ഷൻസ് ആണ്. അർത്ഥം മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഇഡിയം. താഴെ തന്നിരിക്കുന്ന ഇഡിയത്തിൻ്റെ മീനിങ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു ടേൺ എ ബ്ലൈൻഡ് ഐ. ടു ടേൺ എ ബ്ലൈൻഡ് ഐ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ടു ബിക്കം ബ്ലൈൻഡ് എന്നത് ഓപ്ഷനിലുണ്ട്. ടു ലുക്ക് കെയർഫുള്ളി എന്നത് ഓപ്ഷനിലുണ്ട്. ടു ഇഗ്നോർ ഡെലിബറേറ്റ്ലി ഓപ്ഷനിലുണ്ട്. ടു പണിഷ് സ്ട്രിക്റ്റ്ലി ഓപ്ഷനിലുണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമ്മൾ പറയില്ലേ ടു ടേൺ എ ബ്ലൈൻഡ് ഐ. നമ്മൾ എന്ത് ചെയ്യും? കണ്ടില്ല എന്ന് നടിക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയും. എന്ത് ചെയ്യും? കണ്ടില്ല എന്ന് നടിക്കുക, അല്ലെങ്കിൽ മുഖം തിരിഞ്ഞ് നടക്കുക എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് കണ്ടില്ല എന്ന് വയ്ക്കുക. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്ന. ഓപ്ഷൻ സി, ടു ഇഗ്നോർ ഡെലിബറേറ്റ്ലി. അറിഞ്ഞുകൊണ്ട് ഇഗ്നോർ ചെയ്യുക, എന്ത് ചെയ്യും? ഒഴിവാക്കി കളയുക. എന്നാൽ ബ്ലൂ ഐ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബ്ലൂ ഐ എന്ന് പറഞ്ഞാൽ അതൊരു ഇടിയാ. ബ്ലൂ ഐ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബ്ലൂ ഐ എന്ന് പറഞ്ഞാൽ
അട്രാക്റ്റീവ് പേഴ്സൺ എന്നാണ്. ബ്ലൂ ഐ മീൻസ് അട്രാക്റ്റീവ് പേഴ്സൺ എന്നാണ്. അതുപോലെ CI2I എന്ന് പറഞ്ഞ അർത്ഥം എന്താ? CI2I എന്ന് പറഞ്ഞ അർത്ഥം എന്താ? CI2I എന്ന് പറഞ്ഞ അർത്ഥം എന്താ? CI2I മീൻസ് എഗ്രി എന്നാണ്. CI2I മീൻസ് എഗ്രി എന്നാണ്. CI2I മീൻസ് എഗ്രി, സമ്മതിക്കുക എന്നാണ്. CI2I മീൻസ് എഗ്രി എന്നാണ്. കീപ്പ് ആൻ ഐ ഓൺ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കീപ്പ് ആൻ ഐ എന്ത് ചെയ്യുന്നുണ്ട്? കീപ്പ് ആൻ ഐ ഓൺ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ടു വാച്ച് എന്നാണ്. കീപ്പ് ആൻ ഐ ഓൺ എന്ന് പറഞ്ഞാൽ ടു വാച്ച്. ഞാനിപ്പോൾ ഐയുമായി ബന്ധപ്പെട്ട് 3 ഇഡിയംസ് പറഞ്ഞു തന്നു. ബ്ലൂ ഐ എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് പേഴ്സൺ, ടു CI2I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എഗ്രി. കീപ്പ് ആൻ ഐ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ടു വാച്ച് എന്നാണ്. അടുത്ത ചോദ്യം നോക്കി. ഐഡന്റിഫൈ ദ കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏത്? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ബേസിൽ, അതായത് കോൺകോർഡ് ബേസിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏത്? ഓപ്ഷനിൽ ഒന്നാമത്തത് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്ട്സ് ആർ എക്സലന്റ് എന്നത് ഓപ്ഷനിലുണ്ട്. രണ്ടാമത്തത് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്ട്സ് ഈസ് എക്സലന്റ് എന്നത് ഓപ്ഷനിലുണ്ട്. മൂന്നാമത്തത് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്ട്സ് വെയർ എക്സലന്റ്. ലാസ്റ്റ് വൺ ആണെങ്കിലോ ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്ട്സ് ഹാവ് ബീൻ എക്സലന്റ്. ഏതാ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ബി വന്നത്? നമുക്കിവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാക്ക് ദ ക്വാളിറ്റി ആണ്. ദ ക്വാളിറ്റി എന്നത് സിംഗുലാർ ആണ്. അതുകൊണ്ട് തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം, ഇല്ലേ? പ്രോഡക്ട്സ് അല്ല സബ്ജക്റ്റ്, ദ ക്വാളിറ്റി ആണ്. പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയിലെ സബ്ജക്റ്റ്. അപ്പം നമുക്ക് ആർ എന്ന് പറയുന്ന പ്ലൂറിൽ വരില്ല, വേറെ പ്ലൂറിൽ വരില്ല, ഹാവ് പ്ലൂറിൽ വരില്ല. ഏതാ ഉത്തരം? ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലാർ. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് എന്ത് എഴുതണം? പ്ലൂറൽ വെർബ് എഴുതണം. അടുത്ത ചോദ്യം നോക്കി. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ്. തന്നിരിക്കുന്ന വാക്കിനിലെ ഉചിതമായിട്ടുള്ള അഡ്ജക്റ്റീവ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉചിതമായിട്ടുള്ള അഡ്ജക്റ്റീവ് ഫില്ലപ്പ് ചെയ്യാനാണ്. ദിസ് ഈസ് ദ ഡാഷ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. മോർ എഫക്റ്റീവ്, മോസ്റ്റ് എഫക്റ്റീവ്, മച്ച് എഫക്റ്റീവ്, വെരി എഫക്റ്റീവ്. ഏതാ? ഇത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് എന്നതാണ് അഡ്ജക്റ്റീവ്. ഇവിടെ ദാ കഴിഞ്ഞിട്ട് ഡാഷ് എന്നുകൊണ്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരണം. എഫക്റ്റീവ് എന്നതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറയുന്നത് മോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരും. എഫക്റ്റീവ് പോസിറ്റീവ് ഡിഗ്രി, മോർ എഫക്റ്റീവ് കമ്പാരിറ്റീവ് ഡിഗ്രി, മോസ്റ്റ് എഫക്റ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ സോ അല്ലെങ്കിൽ അസ് കഴിഞ്ഞിട്ട് ഒരു ഡാഷ് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോസിറ്റീവ് ഡിഗ്രി വേണം ഉത്തരമായിട്ട് എഴുതാൻ. ഇനി ഡാഷ് കഴിഞ്ഞ് ദാൻ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എഴുതേണ്ടത് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതണം. ഇനി ദാ കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നതെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതണം. അപ്പോൾ സോ അല്ലെങ്കിൽ അസ് കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നതെങ്കിൽ പോസിറ്റീവ് ഡിഗ്രി. എഫക്റ്റീവ്, ടോള്, ബിഗ്, സ്മോള്, ക്ലവർ, വണ്ടർഫുൾ ഇങ്ങനെയുള്ള വാക്ക്. ഇനി ഡാഷ് കഴിഞ്ഞ് ദാൻ എന്ന വാക്കാണെങ്കിൽ ഓപ്ഷനിൽ നിന്ന് കമ്പാരറ്റീവ് ഡിഗ്രി എഴുതണം. എങ്ങനെ മനസ്സിലാക്കാം? ERൽ അവസാനിക്കുന്നതോ മോറിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളാണ് കമ്പാരറ്റീവ് ഡിഗ്രി, അവ എഴുതാം. ഇനി ദാ കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നതെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതണം. ESTയിൽ അവസാനിക്കുന്നതോ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്ക് ഉത്തരമായിട്ട് എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. ഐഡന്റിഫൈ ദ മിസ്ഫെൽറ്റ് വേർഡ്. തന്നിരിക്കുന്നതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള വേർഡ് ഏതെന്നാണ്. എൻസൈക്ലോപീഡിയ ഓപ്ഷനിലുണ്ട്, എൻഡോറൻസ് ഓപ്ഷനിലുണ്ട്, എൻഡോഗമി ഉണ്ട്, എൻഡീവർ ഉണ്ട്. ഏതാ? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷനാണ്, എൻസൈക്ലോപീഡിയയാണ്. അപ്പം അവിടെ എന്താണ് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി കഴിഞ്ഞിട്ട് ഒരു എ കൂടെ വരണം. ENCYCLO PAEDIA എൻസൈക്ലോപീഡിയ. അതാണ് ഇവിടുത്തെ ശരി. മറ്റേതൊക്കെ തെറ്റാ. ബാക്കിയെല്ലാം ശരിയാണ്. ഈ എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താ? എൻഡോഗമി മാരേജ്
ഇൻസൈഡ് വൺസ് ട്രൈബാണ് കേട്ടോ. അവനവൻ്റെ ട്രൈബിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിന് പറയുന്ന പേരാണ് എൻഡോഗമി. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എക്സോഗമി എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്താന്ന് പറയുന്നത്? എക്സോഗമി എന്നാണ് പറയുന്നത്. എൻഡോഗമിയുടെ ഓപ്പോസിറ്റ് ആണ് എക്സോഗമി എന്ന് പറയുന്നത്. ഒന്ന് ഓർമ്മയിലിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ചോദ്യം ഹീ സെഡ് ഐ ആം വെരി ബിസി ടുഡേ. കണ്ടല്ലോ. അപ്പോൾ ഓപ്ഷനിൽ ഹീ സെഡ് ദാറ്റ് ഹീ ഈസ് വെരി ബിസി ടുഡേ. ഹീ സേസ് ദാറ്റ് ഹി വാസ് വെരി ബിസി ടുഡേ. ഹീ സെഡ് ദാറ്റ് ഐ വാസ് വെരി ബിസി ടുഡേ. ലാസ്റ്റ് വൺ, ഹീ സെഡ് ദാറ്റ് ഹി വാസ് വെരി ബിസി ടുഡേ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ഇൻഡയറക്റ്റ്. നമ്മൾ പഠിച്ചതാണ്. നമ്മളൊരു 4 ഇക്വേഷൻ വെച്ചിട്ടാണ് ഇൻഡയറക്റ്റും ഡയറക്റ്റും പഠിച്ചത്. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി വെർബ് ഉണ്ടാകുന്ന നോക്കുക. ഓക്സിലറി വെർബ് പ്രസന്റ് ആണെങ്കിൽ അതിനെന്താക്കി കൊടുക്കുക? ഓക്സിലറി വെർബിന് പാസ്റ്റ് ആക്കി മാറ്റുക. ഈസ് ആണെങ്കിൽ വാസ്, ആറാണെങ്കിൽ വേർ, ഹാസ് ഹാവ് ആണെങ്കിൽ ഹാഡ് ആക്കുക, ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ എഴുതുക, വില്ലാണെങ്കിൽ ഉഡാക്കുക, ഷാളാണെങ്കിൽ ഷുഡാക്കുക, ക്യാൻ ആണെങ്കിൽ കുഡ്, മേ ആണെങ്കിൽ മൈറ്റ്, മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു. ഇത്രയാണ്. ഇനി രണ്ടാമത്തത് തന്നിരിക്കുന്ന ചോദ്യത്തിൽ വാസ് അല്ല എങ്കിൽ വേർ, വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് എന്താക്കിയ ഹാഡ് ബീൻ എഴുതുക. അതിൻ്റെ സ്ഥാനത്ത് എന്താക്കി കൊടുക്കുക? ഹാഡ് ബീൻ എഴുതുക. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തിൽ V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡെസ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ അതിനെ മാറ്റിയിട്ട് V2 ആക്കുക. ലാസ്റ്റ് വൻ V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് പ്ലസ് V3 ആയി കൊടുക്കുക. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി കൊടുക്കുക? ഹാഡ് പ്ലസ് V3 ആക്കുക. അപ്പോഴേക്കും അത് റിപ്പോർട്ടായിട്ട് മാറും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ആമാണ്. ആമൊന്ന് എന്താക്കുക? വാസാക്കുക. ഒന്നാമത്തേൽ ഈസാണ് കിടക്കുന്നത്, വരില്ല. രണ്ടാമത്തേൽ വാസാണ്, പക്ഷെ ഇവിടെ സെയ്സ് ആണ് കിടക്കുന്നത്, വരില്ല. ടുഡേ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഡേ ആക്കണം. ടുഡേ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഡേ ആക്കി കൊടുക്കണം. ഇനി അടുത്ത നമ്മൾ ഓപ്ഷനിൽ വാസ് വന്നിട്ടുണ്ട്, ദാറ്റ് ഡേ വന്നിട്ടുണ്ട്, സെഡ് ദാറ്റും വന്നിട്ടുണ്ട്. പക്ഷെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് മാറിയില്ല. ഐ കോമ വി വന്നു കഴിഞ്ഞാൽ സെഡിന് മുന്നിലുള്ള സബ്ജക്റ്റ് ആക്കുക. ഐ മാറി ഹി ആവണമായിരുന്നു, ഇവിടെ ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഹി സെഡ് ദാറ്റ് ഹി വാസ് വെരി ബിസി ടുഡേ അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു റൂളൊന്ന് ഓർമ്മയിലിരിക്കുക, എളുപ്പമാവും. അടുത്ത ചോദ്യം, ദ ഓഫീസർ വാസ് പ്രൈസ്ഡ് ഫോർ ഹിസ് ഡാഷ് കണ്ടക്ട്, റെസ്പോൺസിബിലിറ്റി, റെസ്പോൺസിബിള്, അതേപോലെ റെസ്പോൺസിബിളിനെസ്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? ദ ഓഫീസർ വാസ് പ്രൈസ്ഡ് ഫോർ ഹിസ് റെസ്പോൺസിബിൾ കണ്ടക്ട്. ഏതാ? നമ്മുടെ സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. റെസ്പോൺസിബിൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത്. സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. ഈ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഓഫീസറിന്റെ വിശേഷണമായിട്ടാണ് അഡ്ജക്റ്റീവ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റെസ്പോൺസിബിളി എന്ന് പറയുന്നത് അതെന്തായിട്ട് മാറുന്നു? ആഡ് വെർബാണ്. ഇനി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് ഒരു നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, ഹി ഈസ് ഡാഷ് ഓണസ്റ്റ് എംപ്ലോയി. നോക്കിയേ, ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ്. ഉച്ചാരണം ഓ എന്ന് പറയുന്ന അക്ഷരത്തിലാണ്. അതുകൊണ്ട് ഏത് ചേർത്ത് പറയുന്നു? ആൻ ഓണസ്റ്റ്. നമ്മൾ പഠിച്ചത് എങ്ങനെയാ? ഡാഷ് കഴിഞ്ഞ് ഉച്ചരിക്കുന്ന വാക്ക് ആ മുതൽ അം വരെയുള്ള ഏതെങ്കിലും അക്ഷരത്തിൽ തുടങ്ങിയാൽ അവിടെ നമുക്ക് എന്ത് ചേർത്ത് പറയാം? ആൻ ചേർത്ത് പറയാം. അങ്ങനെയല്ലെങ്കിൽ ഏത് ചേർത്ത് പറയാം? എ ചേർത്തിട്ട് പറയുക. ഇവിടെ ഓ, അതുകൊണ്ട് ആൻ ഓണസ്റ്റ് ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കി, ഐഡന്റിഫൈ ദ കറക്റ്റ് പാസീവ് ഫോം. തന്നിരിക്കുന്നതിൽ ഉചിതമായിട്ടുള്ള പാസീവ് ഫോം എഴുതാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. ദേ കംപ്ലീറ്റഡ് ദ വർക്ക് ഓൺ ടൈം എന്നതിൻ്റെ പാസീവ് ഫോം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ദ വർക്ക് വാസ് കംപ്ലീറ്റഡ് ഓൺ ടൈം ബൈ ദം. The work is completed. The work has been completed by them on time. Last option നമ്മുടെ the work had completed on time. നമുക്ക് പാസീവ് വോയിസ് എളുപ്പം പഠിച്ചത് എങ്ങനെയാ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈസ്, ആം, ആറ്,
വാസ്, വെയർ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ നിങ്ങൾ ബീയിങ് കഴിഞ്ഞിട്ട് V3 വരുന്ന ഓപ്ഷൻ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് ഉത്തരം. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഹാസ്, ഹാവ്, ഹാഡ് ഇതിലേതെങ്കിലും ഒന്നുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾ എൻ്റെ പാസീവ് ഫോം പറയാൻ പറഞ്ഞാൽ എന്ത് കണ്ടെത്തണം? ബീൻ കഴിഞ്ഞിട്ട് V3 വരുന്ന ഓപ്ഷൻ നോക്കണം. ഇനി അതേപോലെ വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഏതെങ്കിലും ഓക്സിലറി വന്നിട്ടുണ്ടെങ്കിൽ ബി കഴിഞ്ഞിട്ട് V3 വരുന്ന ഓപ്ഷൻ നോക്കണം. വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഏതെങ്കിലും ഓക്സിലറി വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ബി കഴിഞ്ഞിട്ട് V3 വരുന്ന ഓപ്ഷൻ. ഇനി അതേപോലെ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് രണ്ടെണ്ണം കൂടെ പഠിച്ചു. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓപ്ഷൻസിൽ ഈസ്, ആം, ആറ് കഴിഞ്ഞിട്ട് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ വാസ് അല്ല എങ്കിൽ വെയർ കഴിഞ്ഞിട്ട് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഇനി നമുക്ക് നോക്കിയേ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ V2 ആണ്. V2 എന്ന് പറഞ്ഞാൽ വാസ് അല്ലെങ്കിൽ വെയർ കഴിഞ്ഞിട്ട് V3 വരുന്ന ഓപ്ഷൻ. വാസ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളത് ആ വാസ് പ്ലസ് V3 അത് തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. വാസ് പ്ലസ് V3 ദ വർക്ക് വാസ് കംപ്ലീറ്റഡ് ഓൺ ടൈം ബൈ ദം അവിടെ ഉത്തരമായിട്ട് വരും. അപ്പോൾ നമ്മൾ നോക്കിയത് ഒരു 10 ചോദ്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം ചോദ്യങ്ങൾ ചെയ്ത് നോക്കണം. ചോദ്യം ചെയ്ത് പരിശീലിച്ചാൽ മാത്രമേ പരീക്ഷകളിൽ ഇതേപോലെ നമുക്ക് പറയാൻ പറ്റണം. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റണം. ഓരോ ചോദ്യങ്ങളും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, താങ്ക് യു.